ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം. എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ക്രീം പോലെയുള്ള ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള കാര്യങ്ങൾ തയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ്. ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടിയ ഒരു സ്പ്രേ ആയിരിക്കണം. അതായത് ഹെയർ ഗ്രോത്തിന്, ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം, പാനിൻ്റെ പ്രോബ്ലം, അതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നത്, സ്കാൽപ്പ് ക്ലീൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാം കൂടിയതായിരിക്കണം. അപ്പോൾ ഞാനിതിന് എടുത്തിരിക്കുന്നത്, ആദ്യം ഞാൻ എടുത്തത് നമ്മുടെ കരയാമ്പൂ ആണ്. കരയാമ്പൂവിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂജിനോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അത് നമ്മുടെ സ്കാൽപ്പിനെ ബ്ലഡ് ഫ്ലോ സ്കാൽപ്പിലുള്ളത് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കുന്നതും അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതും. അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, ബീറ്റ കരോട്ടീൻസ്, പിന്നെ ഒത്തിരി മിനറൽസ് ഉണ്ട്, കാൽഷ്യം, അയൺ, പൊട്ടാസ്യം എന്ന് പറയുന്നതൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മളിപ്പോൾ ഇത് വാട്ടറിലാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്രീമിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് എസെൻഷ്യൽ ഓയിലുകളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഉലുവയാണ്. ഉലുവ ഹൈ പ്രോട്ടീൻ ഉണ്ട് അതിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് നിക്കോട്ടിക് ആസിഡ് എന്ന് പറയുന്ന കാര്യം, അതുപോലെ അയേൺ, അതുപോലെ ലെസിത്തിൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നമ്മുടെ മുടി മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട്. വൈറ്റമിൻ B3, നമ്മൾ പൊതുവെ വൈറ്റമിൻ B3 അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഈ ഉലുവ ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമുക്ക് ഈ നമ്മുടെ താരനുണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, സപ്പോണിയൻസ് എന്ന് പറയുന്നൊരു സാധനം, അത് താരന് അഗെയിൻസ്റ്റ് വന്ന് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഇതുപോലെ തന്നെ ഉലുവ. അപ്പോൾ ഉലുവയും പിന്നെ കരയാമ്പൂ, ഇത് രണ്ടും നമ്മൾ എത്രയാണോ വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫോമിൽ ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്യാം. ആ വെള്ളത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ റോസ്മേരിയും കൂടി നമ്മൾ ഡ്രൈഡ് ലീവ്സ്, ഫ്രഷ് ലീഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മളൊരു 6-7 മണിക്കൂർ നമ്മളത് അങ്ങനെ മൂടി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ്, അതായത് സിൽക്ക് അമിനോ ആസിഡ്. അത് നമ്മൾ കുറച്ചെടുത്തിട്ട് അതിൽ നമ്മളൊരു വെള്ളത്തിൽ നന്നായിട്ട്, അത് വാട്ടർ സോളുബിളാണ്, അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ കുറച്ച് ഒരു 6 ഗ്രാമോ, ഞാനിതിൽ 1 ഗ്രാമാണ് സിൽക്ക് അമിനോ ആസിഡ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാണോ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഹെർബൽ ടീ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. നമ്മൾ ഹെർബൽ ടീ എടുക്കാനായിട്ട് നമ്മൾ ഹാഫ് വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഇതിൽ മുഴുവൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള വാട്ടറിൽ നമ്മൾ കുറച്ച് ഗമ്മ് ഞാൻ 0.08 എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ സ്പ്രേ ചെയ്യുകയാണല്ലോ, അപ്പോൾ തിക്നെസ് പാടില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ട്, അത് ഞാൻ 2 ഗ്രാമാണ് എടുത്തത്, ഞാൻ 100 ആണ് ഉണ്ടാക്കിയത്. അതിലേക്ക് ഗം മിക്സ് ചെയ്തിട്ട് ഈ വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് എസെൻഷ്യൽ ഓയിലുകളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. 2 ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ റോസ്മേരി ആൻഡ് ജെറേനിയം, ഇത് രണ്ടും ഹെയറിന് നല്ലതാണ്. റോസ്മേരി ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഡീപാന്തനോൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വൈറ്റമിൻ B3, അതായത് നയാസിനമൈഡിൻ്റെ പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അത് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ അത് 1% ആണ് ആഡ് ചെയ്ത് കൊടുത്തത്, അത് വേണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി വൈറ്റമിൻ B3 നമുക്ക് ഉലുവ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. ലിവിയൻ 300 നിങ്ങൾക്ക് അത് നാച്ചുറൽ ആയതുകൊണ്ട് കുറച്ച് മറ്റുള്ളതിനേക്കാളും റേറ്റ് കൂടുതലാണ് സിന്തറ്റിക് ആയിട്ടുള്ളത്. അതായത് പോളിസോർബേറ്റ് 2080 അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്, അത് റേറ്റ് കുറവാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് അലോവേര 200, അതിൻ്റെ പൗഡർ കുറച്ച് ഹാർഡായി, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അലോവേര ജ്യൂസാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അലോവേര ജ്യൂസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് 0.5 ആണ് അലോവേര പൗഡർ 200x. അത് 100x ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1% ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ചവിടെ വെക്കേണ്ടി വന്നു എനിക്ക്, കാരണം ഈ അലോവേരയുടെ അത് ഹാർഡായതുകൊണ്ട്, ആ പൗഡർ അത് കട്ടിയായിപ്പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് വന്ന് എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അലോവേരയുടെ മറ്റേ പൗഡറൊക്കെ നന്നായിട്ട് അതിൽ ജോയിൻ ചെയ്തു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 കാര്യമുണ്ട്. ഒന്ന് ഹെർബൽ ടീ ഉണ്ട്, 2 ഒലിവിയൻ 300 എസെൻഷ്യൽ ഓയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അമിനോ ആസിഡിൻ്റെ ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അമിനോ ആസിഡിൻ്റെ ലിക്വിഡ് ആദ്യമായിട്ട് ഓരോന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെർബൽ ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒലിവിയം 300 എസെൻഷ്യൽ ഓയിലും വെച്ചിരിക്കുന്നത്. ഒലിവിയം 300 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഏത് ഇൻഗ്രീഡിയൻസ് ആണ് pH വേരിയേഷൻ കൊണ്ടുവരാമെന്ന് അറിയില്ല. അപ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുൻപ് മസ്റ്റായിട്ട് നമ്മൾ pH ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്ന പ്രിസർവേറ്റീവ് ആ pH റേഞ്ചിൽ വന്നിരിക്കണം. അപ്പോൾ 3.8 pH ആണ് ഈ പ്രിസർവേറ്റീവിൻ്റെ. അപ്പോൾ ഇതെന്തായാലും 5.7 ആ ഒരു റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാനൊന്ന് ഒരു 6ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു pH. അപ്പോൾ ഞാൻ സിട്രിക് ആസിഡ് വളരെ ഒരു ചെറിയ ലൈനി എടുത്തിട്ട് അതിലൊരു 10 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് ഒന്ന് pH കുറച്ചു. കാരണം pH 6ൻ്റെ അവിടെ എത്താനായിട്ടുള്ള മെയിൻ കാരണം ഒന്ന് നയാസിനമൈഡ് ഇപ്പോഴും ആ ഒരു 5.78 അല്ലെങ്കിൽ നിയർ ടു 6ലാണ് ഈ നയാസിനമൈഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് വന്നാൽ അത്രയും നമ്മൾ കുറയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ജിയോഗാർഡ് ECT ആഡ് ചെയ്യുമ്പോഴും ചെറിയൊരു pHൽ ചെറിയ താഴെ പോകും. അപ്പോൾ വലിയ കുഴപ്പമില്ല, അത് കിട്ടി.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല. എന്നിട്ട് നമ്മൾക്ക് ഇത് നല്ലൊരു ബോട്ടിൽ, സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും സിൽക്ക് അമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് മുടിയിലും കൂടി നമുക്ക് സ്പ്രേ ചെയ്യാം. കാരണം മുടിക്ക് കരുത്ത് കൂട്ടാനായിട്ട്, പ്രോട്ടീനാണത്. അപ്പോൾ അത് കരുത്ത് കൂട്ടും. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നവർക്ക് മുടിയുടെ ബ്രേക്കേജ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിസിനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഫോമുല ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയാവുന്നതനുസരിച്ച് ഇതുപോലെ നമുക്ക് ഹെയർ സ്പ്രേ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഉപകാരത്തിലേക്ക് പെടും. ഒരേ ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് മാറ്റി അതിൻ്റെ ഹെർബൽ ടീ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.